മൻഹജുസ് സലഫിന്റെ അടിസ്ഥാനത്തിലാണ് ഖുർആനും സുന്നത്തും സ്വീകരിക്കേണ്ടത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് സലഫികൾ എന്ന പേര് വരാൻ കാരണം. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. സലഫി നഗർ, സലഫി സ്കൂൾ, സലഫി മദ്രസ, സലഫി മസ്ജിദ് എന്നൊക്കെ ആദ്യകാലം മുതലേ ഇതിന് പേര് വരാൻ കാരണം ഈ മൻഹജുസ് സലഫ് സ്വീകരിച്ചത് കൊണ്ടാണ്. അതൊരു പ്രമാണമല്ല. മൻഹജുസ് സലഫ് ഒരു മദ്ഹബല്ല. അതൊരിക്കലും തന്നെ പ്രമാണമല്ല, മദ്ഹബല്ല. അത് ഖുർആനും സുന്നത്തും സ്വീകരിക്കാനുള്ള മെത്തഡോളജി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇതിന് സലഫികൾ എന്നതിന് പേര് വരാനുള്ള കാരണം. ഒന്ന്. രണ്ടാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിൻ്റെ പേരിൽ ഇതിൽ കയറ്റിക്കൂട്ടിയ കുറേ ബിദ്അത്തുകളുണ്ട്. അത് ഇസ്ലാമാണെന്ന് പറഞ്ഞു കണ്ട് കുറേ ആളുകൾ പഴയ ഇടക്കാലഘട്ടങ്ങളിലൊക്കെ. അതുകൊണ്ട് തന്നെ ആ കടത്തിക്കൂട്ടിയതിനെ ഒഴിവാക്കി ഉള്ളതിനെ നന്നാക്കിയെടുക്കുന്ന പ്രസ്ഥാനം. നന്നാക്കുക എന്നുള്ളതിന് പറയണ യുസ്ലിഹൂന മാ അഫ്സദ അന്നാസു മിൻ ബഅദി മിൻ സുന്നത്തി എന്നൊരു ഹദീസിന്റെ ഭാഗമുണ്ട്. അതിലുള്ള യുസ്ലിഹൂന എന്ന വാക്കിൽ നിന്നാണ് ഇസ്ലാഹ്, നന്നാക്കൽ, അതിൽ നിന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന് ഈ പ്രസ്ഥാനത്തിന് പേര് വരാനുള്ള കാരണം. അപ്പം എന്താണ്? സുന്നത്തിൽ ബിദ്അത്തുകൾ കടത്തിക്കൂട്ടി നശിപ്പിച്ചതിൽ നിന്ന് സുന്നത്തിനെ വേർതിരിച്ച് നന്നാക്കുന്ന പ്രസ്ഥാനമായതുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം എന്നതിന് പേര് വരാൻ കാരണം. പിന്നെ ഒരു കാര്യം ഹക്കാണെന്ന് ബോധ്യപ്പെട്ടാൽ ആരെയും കാത്തു നിൽക്കൂല. അത് തുറന്ന് ജനങ്ങളോടൻ പറയും. ധർമ്മസമരത്തിൽ മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ജിഹാദ് ചെയ്യുന്നവർ, സത്യത്തിന് വേണ്ടി മുഖം നോക്കാതെ മുന്നോട്ട് പോകുന്നവർ. അതുകൊണ്ടാണ് ഇതിന് മുജാഹിദുകൾ എന്ന പേര് വരാനുള്ള കാരണം. ഈ 3 പേരുകളിലാണ് മുജാഹിദ് പ്രസ്ഥാനം കാര്യമായി അറിയപ്പെടുന്നത്. അതാണ് ആദ്യകാലത്തിൻ്റെ പ്രത്യേകത. രണ്ടാം കാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, 2 സാഹചര്യങ്ങൾ ഏതൊക്കെ പ്രസ്ഥാനത്തിനുണ്ടാവില്ല. ഒരു നൂറ്റാണ്ട് കുറേ കാലം പിന്നിടുമ്പോൾ നവോത്ഥാനം എന്ന വാക്കിനെ തെറ്റിദ്ധരിച്ച കാലഘട്ടമാണ് രണ്ടാമത്തെ കാലഘട്ടം. റിനൈസൻസ് എന്ന വാക്ക് യൂറോപ്പിലാണ് ആദ്യമായി നമ്മൾ മുഴങ്ങിക്കേൾക്കുന്നത് 14-15 നൂറ്റാണ്ടുകളിൽ. 14-15 നൂറ്റാണ്ടുകളിൽ റിനൈസൻസ് അഥവാ നവോത്ഥാനം എന്ന വാക്ക് ഉപയോഗിച്ചത് മതനിരാസത്തിന് വേണ്ടിയായിരുന്നു. മതങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഗ്രീക്ക് തത്വശാസ്ത്രങ്ങളിലേക്ക് സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോവുകയും മതത്തിന്റെ വേലിക്കെട്ടുകൾ തച്ചുപൊളിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കടന്നു വന്ന പ്രത്യേക ഒരു പദാവലിയാണ് റിനൈസൻസ് എന്ന പദാവലി. എന്നാൽ പിന്നീട് അതിനെ നമ്മൾ എന്തു ചെയ്തു? അത് മതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ, മതത്തെ സ്വീകരിച്ചുകൊണ്ട് തന്നെയുള്ള നവോത്ഥാനമായിട്ടാണ് കേരളത്തിൽ അത് പരിചയപ്പെടുത്തപ്പെട്ടത്. അങ്ങനെ ഇസ്ലാമിലുള്ള കാര്യങ്ങൾ അതിലുള്ളത് അതിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക, ഖുർആനിനും സുന്നത്തിനും അനുസരിച്ച് ജനങ്ങളെ പാകപ്പെടുത്തുക. അതിനാണ് നാം ഉദ്ദേശിച്ച നവോത്ഥാനം എന്നത് KM മൗലവിയുടെ 1ാം കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇടക്കാലഘട്ടം എന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ വെച്ച് ഇതൊരു കേവല നവോത്ഥാന സംഘടനയാക്കി മാറ്റി. കേവല നവോത്ഥാന സംഘടന. അതെന്താ? ഒരു പുരോഗമന പ്രസ്ഥാനം. മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുരോഗമന പ്രസ്ഥാനം എന്ന ഒരു ധാരയിലേക്ക് കൊണ്ടുവരാൻ നോക്കി. അതിനുവേണ്ടി അവരെന്ത് ചെയ്തു എന്നറിയോ? ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യുവജന വിഭാഗം, അതിൻ്റെ നേതാക്കന്മാർ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടങ്ങി. അന്നത്തെ ISM, അന്ന് ബഹുമാനനായ ഉസൈൻ മടവൂരിൻ്റെ നേതൃത്വത്തിലുള്ള ISM ഈ വക പ്രവർത്തനങ്ങൾ കൂടുതൽ അവർ നടത്താൻ തുടങ്ങി. എങ്ങനെ? സാഹിത്യകാരന്മാരെയും ബുദ്ധിജീവികളെയും ഒക്കെ വിളിച്ചുകൊണ്ടുവരികയും എന്നിട്ട് മതപരമായ കാര്യങ്ങൾ, പണ്ഡിതന്മാർ പറയേണ്ട വിഷയങ്ങൾ അത്തരം വേദികളിൽ ഖത്തീബുമാർക്ക് ക്ലാസ് എടുക്കുക. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആരെ കൊണ്ട് പറയിപ്പിക്കാൻ തുടങ്ങി? സുകുമാർ അഴീകിനെ കൊണ്ടും NP മുഹമ്മദിനെ കൊണ്ടും NP ഹാഫിസ് മുഹമ്മദിനെ പോലെയുള്ള ആളുകളെ കൊണ്ടൊക്കെ ക്ലാസ് എടുപ്പിക്കാൻ തുടങ്ങി. സ്വാഭാവികമായി അവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് അറിയുന്നതല്ലേ അവർ പറയുള്ളൂ. അപ്പോൾ അവരെ മനസ്സിലാക്കി ഇസ്ലാമുകളാണ് പലപ്പോഴും എന്ത് ചെയ്തത്? അവർ ഇത്തരം ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞത്. അത് അങ്ങനെ തന്നെ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി വാദിക്കുന്ന കൗൺസിലുകളും സാധനങ്ങളും സംവിധാനങ്ങളും ഉണ്ടായി. അവസാനം ബുദ്ധിജീവികളിലേക്ക് നമുക്കൊരു പാലം വേണം, ഒരു എൻട്രി വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആശയ സമന്വയം എന്ന് പറയുന്ന ഒരു മാസിക പുറത്തിറക്കി. ആ മാസികയുടെ ഉള്ളടക്കം എന്താണെന്നോ, അതിൽ വേശ്യപ്പെണ്ണിൻ്റെ കഥ പറയുന്ന നോവലുകൾ കടന്നു വന്നു. ഒരു പ്രാവശ്യമല്ല, ആവർത്തിച്ചു വന്നു. പാപ്പാൻ എന്ന് പറയുന്ന ഒരു കഥ ഇപ്പോഴും നമ്മുടെ ആ ഒരു സമയത്ത് വിവാദമായത് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ വൃത്തികെട്ട കാർട്ടൂണുകൾ, വൈകാരികമായ സമീപനങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാർട്ടൂണുകൾ, ഇതൊക്കെ ന്യായീകരിക്കാനും തുടങ്ങി. ഇത് പള്ളി മെമ്പറിൽ നിന്ന് വരിചേൽക്കുന്ന അവസ്ഥ വന്നു. അവസാനം ഒരു പത്രത്തിലേക്കുള്ള പോക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് അതൊക്കെ ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു കേവല നവോത്ഥാന സംഘടന എന്നുള്ള സ്വഭാവത്തിലേക്ക് ഒരു ഭാഗത്ത് അവർ സംഘടനാപരമായി ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതേ സമയത്ത് തന്നെ അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം നേരത്തെ KM മൗലവിയും KP മുഹമ്മദ് മൗലവി വരെയുള്ള 1ാം കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ സ്വീകരിച്ചിരുന്ന പല കാര്യങ്ങളെയും അദ്ദേഹം തകിടം മറിച്ചു. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ പ്രധാനമായിട്ടും
അവർ പഠിപ്പിച്ച കാര്യത്തിൽ നിന്ന് ഇപ്പോൾ വിവാദമായ ജിന്ന് സിഹ്ർ വിഷയങ്ങളിലൊക്കെ ആ ഒന്നാം കാലഘട്ടത്തിൽ നമ്മൾ പഠിപ്പിച്ച വിഷയത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു പഠനം നടത്തിയതും പുസ്തകം എഴുതിയതും രചനകൾ നടത്തിയതും അദ്ദേഹമാണ്. അതാണ് ഇടക്കാലത്ത് വന്ന ആളുകൾക്കൊക്കെ എന്ത് തോന്നി, മുജാഹിദ് പ്രസ്ഥാനം സിഹ്ർ ഉണ്ട് എന്ന് പറയുന്ന ആളുകളല്ല, അതുപോലെ തന്നെ ജിന്നിനെ അംഗീകരിക്കുന്ന ആളുകളല്ല എന്നൊക്കെ ഒരു തോന്നലുണ്ടായി. മാത്രവുമല്ല, ബഹുമാന്യനായ KM മൗലവിയെ പോലുള്ള ആളുകൾ സുന്നത്തിനോട് അങ്ങേയറ്റം കണിശതയുള്ള ആളുകളായിരുന്നു. അതിന് ഏറ്റവും വലിയ തെളിവ്, ഒറ്റ തെളിവ് ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. നെഞ്ചിന് താഴെയാണ് അദ്ദേഹത്തിൻ്റെ താടിയുള്ളത്. ഉമർ മൗലവിയുടെ താടി, KP മുഹമ്മദ് മൗലവിയുടെ താടി. ഇത് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ആ കാലഘട്ടത്തിൽ സുന്നത്തുകളോടൊക്കെ വലിയ താല്പര്യമുള്ള ആളുകളായിരുന്നു നമ്മുടെ നേതാക്കന്മാരും അതുപോലുള്ള അനുയായികളൊക്കെ. എന്നാൽ ഇടക്കാലത്ത് അബ്ദുസ്സലാം സുല്ലമി വന്നപ്പോൾ താടിയിലൊന്നും അത്ര വലിയ കാര്യമില്ല, അതൊന്നും വെക്കേണ്ട വലിയ കാര്യമില്ല, താടിയിലാണോ ഇസ്ലാം എന്നൊക്കെ ചോദിക്കുന്ന സ്വഭാവം വന്നു. അപ്പോൾ ആ ഇടക്കാലഘട്ടത്തിൽ ഇതിലേക്ക് വന്ന ആളുകൾ പിന്നെ താടിയില്ലാത്തവരായി, വെട്ടിച്ചുരുക്കി വടിച്ചു കളഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യ കാലഘട്ടത്തിൽ നിന്ന് ആദർശപരമായൊരു വ്യതിയാനം രണ്ടാം കാലഘട്ടത്തിലുണ്ടായി. ഈ രണ്ടും കൂടി യോജിച്ചു വന്ന് ഇത് പ്രശ്നമായി. അപ്പോഴാണ് 2009 കാലഘട്ടം, 999 കാലഘട്ടം ഇത് ചർച്ചയായി. അവസാനം 2 വിഭാഗമായി ഇരുന്ന് ചർച്ച ചെയ്തു. അങ്ങനെ മടവൂർ വിഭാഗത്തിലെ ഒരു 10 ആളുകളും പിന്നെ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ 10 പണ്ഡിതന്മാരും ഇരുന്ന് അപ്പോഴുള്ള വിഷയങ്ങൾ 33 വിഷയങ്ങൾ ചർച്ച ചെയ്തു. 33 വിഷയം ചർച്ച ചെയ്തപ്പോൾ 18 വിഷയത്തിൽ ആ വിഭാഗത്തിന് തകരാറുകൾ പറ്റിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി. അതൊന്നാമത്തെ വിഷയം എന്താ അറിയോ, ശരിക്കും മനസ്സിലാക്കണം. ഒന്നാമത്തെ കണ്ടെത്തിയ തകരാറ്, അവർ പറഞ്ഞു മൻഹജുസ് സലഫ് പുതിയ ഒരു ചിന്താധാരയാണ്, അത് ഗൾഫ് ഇറക്കുമതിയാണ്, അത് സൗദി അറേബ്യയിലുള്ള അന്ധവിശ്വാസങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കുട്ടിച്ചാക്കാണ്, അതൊരു മൂർഖം പാമ്പാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി. ഏതിനെയാണ് പറയണത്? KM മൗലവിയുടെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ ആ മൻഹജുസ് സലഫ് ഉണ്ട് എന്നും അതിൻ്റെ പേരിൽ സലഫികൾ എന്ന പേരിൽ നമ്മൾ അറിയപ്പെടും ചെയ്യുന്നിടത്തുനിന്നാണ് പറയുന്നത് ഇതൊരു പുതിയതാണ്. അത് ചർച്ച ചെയ്തു. അവസാനം അങ്ങനെ 18 വിഷയത്തെ ഒരു വിഷയം മാത്രമേ ഞാൻ പറഞ്ഞു, ഖുർആനിൻ്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട വിഷയം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ 18 വിഷയത്തിൽ അവർക്ക് തകരാറ് സംഭവിച്ചു എന്ന് കണ്ടെത്തി. അവസാനം അവർ പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ അറിയാതെ വന്നു പോയതാണ്, നമ്മൾ ക്ഷമിച്ചു. അങ്ങനെ ക്ഷമിച്ച് അവരാ തെറ്റൊക്കെ സമ്മതിച്ച് ഇനി ഞങ്ങൾ തിരുത്തിക്കോളാമെന്നും പറഞ്ഞ് മൻഹജ് സലഫി ഞങ്ങൾ അംഗീകരിക്കുക, ഖുർആൻ വ്യാഖ്യാനത്തിൻ്റെ രീതി ഞങ്ങൾ അംഗീകരിക്കുക ഒക്കെ പറഞ്ഞ് ഒപ്പിട്ട് നല്ല രൂപത്തിൽ പിരിഞ്ഞു പോയി. അതിന് ശേഷം ഉണ്ടായത് എന്താ അറിയോ, ആ പറഞ്ഞ നേരത്തെ ഉള്ള വാദങ്ങൾ തന്നെ ഉൾപ്പെടുത്തി 180 പേജ് വരുന്ന ഒരു പുസ്തകം അവർ പേര് വെക്കാതെ പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് മർക്കസുദ്ദാവ, അവരുടെ ആസ്ഥാനമായ മർക്കസുദ്ദാവയിൽ വെച്ച് അവരുടെ സംഘടനാ ചാനൽ ഉപയോഗിച്ച് നാട് മുഴുവൻ വിതരണം ചെയ്തു. അപ്പം എന്തായി, അവിടെ തൽക്കാലം പറഞ്ഞു, പക്ഷെ പിന്നെ ആ പണി തന്നെ എടുത്തു. അന്വേഷണ കമ്മീഷൻ വെച്ചു. അന്വേഷണ കമ്മീഷൻ വെച്ച് അവസാനം കണ്ടെത്തി ഇത് മർക്കസുദ്ദാവയിൽ നിന്നാണ് വിതരണം ചെയ്തത്. അതവരെ വിളിച്ചു, അവർക്ക് കത്ത് കൊടുത്തു, അതിന് മറുപടി വാങ്ങി. അങ്ങനെ ഒരുപാട് എഴുത്തുകുത്തുകൾ നടന്ന ശേഷം ആ കുറ്റവും അവർ സമ്മതിച്ചു. അങ്ങനെ വന്നപ്പോൾ നമ്മളെ സംഘടന എന്ത് ചെയ്തു, 35 ആളുകൾക്ക് പേരിൽ, അന്നത്തെ എക്സിക്യൂട്ടീവിൽ പെട്ട 35 ആളുകൾക്ക് നേരെ, യുവജന സംഘടനയുടെ 35 ആളുകൾക്ക് നേരെ ഒരു നടപടി 6 മാസത്തിനെടുത്തു. 6 മാസം കൊണ്ട് അവർ തെറ്റ് തിരുത്തി വരികയാണെങ്കിൽ അവരത് തിരിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തു. പക്ഷെ അവർ ചെയ്തത് എന്താ അറിയോ, പിറ്റേ ദിവസം തന്നെ ബഹുമാനായ ഉസൈം മടവൂർ വന്നുകൊണ്ട് കൈരളി TV-യിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഇന്നലെ സംസ്ഥാന കൗൺസിൽ KNM-ൻ്റെ ഇത് ചേർന്നു. കളവാണ് പറഞ്ഞത്, അദ്ദേഹത്തിന് വിളിക്കാൻ റൈറ്റില്ല. എന്നിട്ട് APA-യും TPA-യും ഒക്കെ പുറത്താക്കിയിട്ടുണ്ട്, ഇപ്പം ഞാനാണ് ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് 2012-ൽ 2002-ൽ ഈ പ്രസ്ഥാനം പിളർന്നു എന്ന് അവർ അവകാശപ്പെടുന്നത്. ഇതറിയാത്ത ആളുകളുണ്ടാവും, അതുകൊണ്ടാണ് ഞാനത് കുറച്ച് വിശദമായിട്ട് പറഞ്ഞത്. അങ്ങനെയാണ് മടവൂർ വിഭാഗം ഇതിൽ നിന്ന് പോയി. പിന്നെ KNM വളരെ ഉഷാറായിട്ട് എന്ത് ചെയ്തു, അന്ന് ഈ തീരുമാനം എടുക്കുന്ന സമയത്ത് അവരുടെ ഒരു അസ്ഗർ അലി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ആ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ പറഞ്ഞൊരു വാക്ക് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ തീരുമാനമെടുത്ത് നിങ്ങൾ പുറത്തിറങ്ങിയാൽ നിങ്ങൾ 0 ആയിരിക്കും. കാരണം യുവാക്കൾ കംപ്ലീറ്റ് അവരെ കയ്യിലാണ്. കാരണം എന്താ, വളണ്ടിയർ കോർ എന്ന് പറയുന്ന ഒരു രഹസ്യ വിങ് അവർ ഇതിനു വേണ്ടി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിരുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ ദിശ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി വളണ്ടിയർ കോർ എന്ന് പറയുന്ന ഒരു രഹസ്യ വിങ് ഉണ്ടാക്കിയിരുന്നു. അതവരെ കയ്യിലുള്ളത് കൊണ്ടാണ് അവർ ആ ധാർഷ്ട്യം പറഞ്ഞത്. അങ്ങനെ അവരിറങ്ങിപ്പോയി. അങ്ങനെയാണ് 2002-ന് ശേഷമുള്ള 3-ാം കാലഘട്ടം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്, അഥവാ കഴിഞ്ഞ 10 വർഷം. അപ്പോൾ ഇവരിറങ്ങിപ്പോയപ്പോൾ അവർക്ക് KNM-നെ ആക്ഷേപിക്കാൻ ഒന്നുമില്ല.
ആക്ഷേപിക്കാൻ ആയുധം വേണ്ടേ? ആ സമയത്ത് അവർ പറഞ്ഞ ഒന്നാമത്തെ ആയുധം 2002, ആ ഡേറ്റിങ്ങൾ ഓർക്കണം. 10 വർഷം മുമ്പ് അബ്ദുസ്സലാം സുല്ലമി യാഥാസ്ഥിക വിഭാഗത്തിൻ്റെ AP വിഭാഗം സുന്നികളുടെ മാസികയായ സെൻസിങ്ങുകാരന് ഒരഭിമുഖം കൊടുത്തു. ആ അഭിമുഖത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ പിളർപ്പ് അതിൻ്റെ കാരണം AP വിഭാഗം എന്നാണ് അവർ വിളിച്ചിരുന്നത്. AP വിഭാഗം മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. 2002 പറഞ്ഞു ശിർക്കിലേക്ക് പോയിട്ടുണ്ട്, അന്ധവിശ്വാസത്തിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വേറെ വരാൻ കാരണം. നമ്മളെ നേതൃത്വവും പ്രഭാഷകന്മാരും എന്തു ചെയ്തു? സടകുടഞ്ഞെഴുന്നേറ്റു. എന്നിട്ട് ബഹുമാനായ AP-യും TP-യും ഒക്കെയുള്ള വേദികളിലും സദസ്സുകളിലും ഇപ്പോൾ ശിർക്കാരോപിച്ചുകൊണ്ടിരിക്കുന്ന അനസ് മൗലവിയും അതോടൊപ്പം മറ്റുള്ള നമ്മുടെ പണ്ഡിതന്മാരും എല്ലാവരും ഉണർന്നെഴുന്നേറ്റുകൊണ്ട്, എവിടെയാണ് തെളിവ്? ഹാത്തു ബുർഹാനക്കും, നിങ്ങൾ തെളിവ് കൊണ്ടുവരൂ എന്ന് 1000 കുതിരശക്തിയോടുകൂടി വെല്ലുവിളിച്ചു, പ്രസംഗിച്ചു. അവസാനം മടവൂർ വിഭാഗത്തിന് തെളിയിക്കാൻ കഴിഞ്ഞില്ല, അവർ തിരിച്ചുപോയി. നമ്മളാകട്ടെ അതിശക്തമായി ദഅ്വാ പ്രവർത്തനത്തിലേക്ക് കുതിച്ചു, അഥവാ 1-ാം കാലഘട്ടത്തിലേക്ക് തിരിച്ചുപോയി, KM മൗലവിയുടെ 1-ാം കാലഘട്ടത്തിലേക്ക്. അപ്പം എന്തുണ്ടായി? വളരെ സജീവമായി. എന്നിട്ട് നടന്ന 1-ാമത്തെ സമ്മേളനമാണ് എറണാകുളം സമ്മേളനം. ആ സമ്മേളനം അവസാനിക്കുമ്പോൾ ഇന്നും ഒരു പ്രായമുള്ള നമ്മുടെ ഒരു ഉപ്പ കണ്ണിൽ നിന്ന് വെള്ളം വന്ന് കരഞ്ഞിരിക്കുന്ന ഒരു രംഗം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഒരു തൂണിന് ചാരി കരഞ്ഞിരിക്കുകയാണ്, വിതുമ്പിക്കരയുകയാണ് സമാപന സമ്മേളനം നടക്കുമ്പോൾ. അദ്ദേഹം പറയാം, എൻ്റെ കാലിൽ നീരുണ്ട്, ഈ നീരുമായിട്ടാണ് ഞാൻ ഈ സമ്മേളനത്തിന് വന്നത്. എന്താ വരാൻ കാരണം എന്നറിയോ? ഇതാ ഈ പ്രസ്ഥാനം ശിർക്കിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടി കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ സമ്മേളനത്തിനൊന്നും ആളുണ്ടാവൂല എന്നിവരൊക്കെ പ്രചരിപ്പിച്ചു. അതുകൊണ്ട് അത് സംഭവിക്കരുത്. ഈ തൗഹീദിന്റെ പ്രസ്ഥാനം അങ്ങനെ ഒറ്റപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് ഇതാ കാലിൽ നീരുമായി ഇത്രയും വയസ്സുള്ള ഞാൻ ഇവിടെ വന്നത്. ഒരു തല എന്റെ തലയായി ഇവിടെ ഉണ്ടാകട്ടെ, ഒരു സീറ്റെങ്കിൽ നിറയട്ടെ എന്ന് വിചാരിച്ചു വന്നു നോക്കുമ്പോൾ ഇവിടെ ഇതാ പാരാവാരം ജനങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. അതെ, നമ്മളെ വിമർശിക്കാൻ പേനയെടുക്കുന്ന മാധ്യമം പത്രം പോലും അന്നെഴുതി, ആരോപകരുടെ മുഴുവൻ മണൽച്ചിറകളും ഒലിച്ചു പോകുന്ന ഇതാ സമ്മേളനമാണ് എറണാകുളത്ത് നടന്ന സമ്മേളനം. അങ്ങനെ ആ സമ്മേളനം കഴിഞ്ഞപ്പോൾ ആത്മവിശ്വാസമായി. നിങ്ങൾ 0 ആകുമെന്ന് ആരാണോ പറഞ്ഞത്, അവർ 0 ആയി മാറി. അവർ ചിത്രത്തിൽ നിന്ന് ഔട്ടായി. നമ്മൾ ധീരമായി മുന്നോട്ട് പോയി. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ 10 വർഷം ഡിസംബർ മാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിലും വിദേശ നാടുകളിലും ഒന്നുകിൽ സമ്മേളനം, അല്ലെങ്കിൽ ക്യാമ്പയിൻ, അതല്ലെങ്കിൽ മണ്ഡലം സമ്മേളനങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള എക്സിബിഷനുകൾ, അങ്ങനെയുള്ള പരിപാടികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ചങ്ങരംകുളം സമ്മേളനം അതിലും ഗംഭീരമായി നടന്നു. അതിനുശേഷം 2 സാൽവേഷനുകൾ, കോഴിക്കോട് തടമ്പാട്ട് താഴത്തും അതുപോലെ തന്നെ എറണാകുളത്ത് കല്ലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലും നടന്ന 2 സാൽവേഷനുകൾ. 10,000-കണക്കിന് ആളുകൾ 10 ദിവസങ്ങളിലായി അങ്ങോട്ട് ഒഴുകുകയായിരുന്നു. അവിടെ എല്ലാവരും വന്നു, വിമർശിച്ചവരൊക്കെ വന്നു. അപ്പോൾ സ്വാഭാവികമായും മടവൂർ വിഭാഗത്തിന് ആകെ പിടുത്തം വിട്ടു. കാരണം എന്താ? അവർ വിമർശിച്ചതൊന്നും നിലനിന്നില്ല. 2006 കോഴിക്കോട് തടമ്പാട്ട് താഴത്ത് സാൽവേഷൻ നടക്കുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ വരെ അത് വന്ന് കാണുന്നൊരവസ്ഥ വന്നു. അപ്പോൾ അവർ വീണ്ടും ആ പഴയ അടവ് തന്നെ ഒന്നുകൂടെ പയറ്റാൻ നോക്കി. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? 1-2 പ്രഭാഷകന്മാർ വളരെ കാലം മുമ്പ് ഒരു ഓഡിറ്റോറിയത്തിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ 2-3 മിനിറ്റ് മാത്രമുള്ള ക്ലിപ്പ് എടുത്തുകൊണ്ട് ഇതാ ഇവര് അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് ചില ക്ലിപ്പിങ്ങുകൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കി വീണ്ടും ഈ ആരോപണവുമായി സാൽവേഷന് ശേഷം വീണ്ടും അവർ രംഗത്തിറങ്ങി. ആ രംഗത്തിറങ്ങിയപ്പോൾ ബഹുമാനായ KK സക്കരിയ സ്വലാഹിയും നേരത്തെ പറഞ്ഞ അനസ് മൗലവിയും ഒക്കെ രംഗത്ത് വീണ്ടും വന്നു. എവിടെയാണ് നിങ്ങൾ പറഞ്ഞ ക്ലിപ്പ്? അതിന്റെ ബാക്കി വായിക്കൂ, അതിന്റെ ആദ്യം പറയൂ, അതിന്റെ അവസാന ഭാഗം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു. അതിൽ സംസാരിച്ചപ്പോൾ ചില അബദ്ധങ്ങൾ വന്ന ആ ക്ലിപ്പുകളിൽ സംസാരിച്ച ആളുകൾ, ഇതാ ഞാൻ ആ പറഞ്ഞ വാചകം ഞാൻ തിരുത്തിയിരിക്കുന്നു, അതുകൊണ്ട് ഇനി നിങ്ങൾ ആ ക്ലിപ്പ് ഇടരുത്, ആ CD ഞങ്ങൾ പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു. അതോടുകൂടി വിടാവുന്ന വിഷയമുള്ളൂ. പക്ഷെ അവർ വിട്ടില്ല. അവർ വീണ്ടും ഇത് കടിച്ചു തൂങ്ങി. പക്ഷെ അത് വിജയിച്ചില്ല. അവസാനം വീണ്ടും അവർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. ആരോപണം അവസാനിപ്പിച്ച്
മടങ്ങേണ്ടി വന്നു. ആരോപണത്തിനും നമുക്ക് ഒന്നൊരു തകരാറും പറ്റിയില്ല. വീണ്ടും ഈ പ്രസ്ഥാനം ഗംഭീരമായി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണുന്നത്. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഇവിടെ പറഞ്ഞ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം ഈ പ്രസ്ഥാനത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അദ്ദേഹം സജീവമാകുന്ന ഘട്ടമെന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം കൂടുതൽ രംഗത്തിറങ്ങി പ്രവർത്തിക്കുക. എന്നാൽ സ്മൂത്തായി സംഘടനാ പ്രവർത്തനം നടക്കുന്ന, ദഅവത്ത് പ്രവർത്തനം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയില്ലെന്ന് മാത്രമല്ല, അതിൽ തീർത്തും അയാൾ നിസ്സഹകരിക്കുന്ന രീതിയാണ് ഞങ്ങൾക്കൊക്കെ കാണാൻ സാധിച്ചിട്ടുള്ളത്. മടവൂർ വിഭാഗം പിളർന്ന സമയത്ത് അദ്ദേഹം അതിൻ്റെ വിശദീകരണ യോഗങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവരിറങ്ങിപ്പോയി. എറണാകുളം സമ്മേളനം കഴിഞ്ഞതോടുകൂടി പിന്നീട് ഇദ്ദേഹത്തെ സജീവമായി നമ്മുടെ 2 സാൽവേഷനുകളിൽ കാണുന്നില്ല. അതുപോലെ തന്നെ സമ്മേളനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കാണുന്നില്ല. അത് ഞാൻ തെളിവ് പറയുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം. അന്ന് അദ്ദേഹം KNMൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളാണ്. ജോയിൻറ്റ് സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറി AP ആണ്. അദ്ദേഹത്തിന് കൊടുത്ത വകുപ്പ് ദഅവാ വകുപ്പാണ്. ആ ദഅവാ വകുപ്പ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് ബഹുമാന്യനായ AP അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ട് അദ്ദേഹം അത് ഏറ്റെടുത്തില്ല. നിങ്ങൾ ചോദിക്കണം, അങ്ങനെ ഏറ്റെടുക്കാത്തൊരു കാലഘട്ടം അദ്ദേഹത്തിന് ഉണ്ടായിക്കണോ? നിങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കും. AP ഉണ്ടല്ലോ, APനോട് ചോദിക്കും. വലിയൊരു കാലഘട്ടം അദ്ദേഹം സെക്രട്ടേറിയറ്റിന്, KNM സെക്രട്ടേറിയറ്റിന് പങ്കെടുക്കാറില്ല. KNM എക്സിക്യൂട്ടീവിന് അദ്ദേഹം വരാറില്ല. നേതൃത്വത്തോട് തന്നെ ഒരു വിമുഖമായ സ്വഭാവത്തോടു കൂടി നടക്കുന്ന ഒരവസ്ഥയായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. മാത്രവുമല്ല, അദ്ദേഹത്തിന് ചില വ്യക്തികളോട് ചില കാരണങ്ങളാൽ വിദ്വേഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ വിദ്വേഷം എങ്ങനെയെങ്കിലും അത്തരം ആളുകൾക്ക് നേരെ പ്രയോഗിക്കാൻ അവസരം പാർത്തിരിക്കുക എന്നതും അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. അതിനുവേണ്ടി 2007 തന്നെ, അതായത് 2006 സാൽവേഷൻ കഴിയുന്നത്, 2007 ഒരു ദിവസം ഇപ്പോഴത്തെ MSMൻ്റെ ബഹുമാന്യനായ താജുദ്ദീൻ സലാഹി എന്നെ വിളിച്ചു. അദ്ദേഹം അന്ന് ജാമിയ നദ്വിയയിൽ അധ്യാപകനാണ്. ഇദ്ദേഹത്തിൻ്റെ കീഴിലാണുള്ളത്. അബ്ദുറഹ്മാൻ സലഫിയുമായി ഏറ്റവും അടുത്തിടപഴകുന്നയാളാണ്. എന്നിട്ട് താജുദ്ദീൻ സലാഹി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫിക്ക് നിങ്ങളെ സെക്രട്ടേറിയറ്റുമായിട്ടൊന്ന് ഇരിക്കണം, കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു. ഒരു അവസരം കൊടുക്കുമോ? എന്താ വിഷയം എന്നൊന്നും അറിയില്ല, എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്താ ഇതിനുള്ള പ്രശ്നം? ഇങ്ങനെ ഒരു ദൂതൻ മുഖേനൊക്കെ ബന്ധപ്പെടാൻ മാത്രം ഇവിടെ എന്ത് വിഷയമുള്ളത്? അല്ല, അദ്ദേഹത്തിനൊന്ന് സംസാരിക്കണം. ശരി. അങ്ങനെ കൊണ്ടോട്ടി പള്ളിയിൽ 2007 ഞങ്ങൾ വൈകുന്നേരത്ത് ഇരുന്ന് ഏകദേശം അവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ നേരം വെളുക്കുമ്പോൾ 4 മണിയാണ്. സുബൈ നമസ്കരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അത്ര സമയം ഞങ്ങൾ ഇരുന്നു. അന്നാണ് അദ്ദേഹം ഇങ്ങനെ ഓരോ ഊഹങ്ങൾ ഇങ്ങനെ പറയാം. അയാൾ എനിക്കെതിരാണ്, ഇയാൾ എനിക്കെതിരാണ്, മറ്റേ ആൾ ശരിയല്ല, പിന്നെ നിങ്ങളെ പ്രവർത്തനം ശരിയല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഓരോ സംശയങ്ങൾ. അതൊക്കെ ഞങ്ങൾ അതിൻ്റെ വസ്തുത പറഞ്ഞു കൊടുക്കുമ്പോൾ എത്ര, അപ്പോൾ ഒന്നും തെളിയിക്കുന്ന ഒരു കാര്യമില്ല. വെറുതെ ഊഹങ്ങൾ കെട്ടിച്ചമച്ച് ഓരോ വ്യക്തികളോട് ഓരോ വൈരാഗ്യം മനസ്സിൽ വെച്ച് നടക്കണം. അന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം ഞങ്ങൾക്ക് അന്ന് മനസ്സിലായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് കഴിഞ്ഞു. അതിനൊരു കാരണം എന്താ അറിയോ? അതിനൊരു കാരണം കൂടിയുണ്ട്. ഇദ്ദേഹമായിരുന്നു ഗണന പ്രസംഗങ്ങളിലൊക്കെ കുറച്ച് മുന്നിൽ നിന്നിരുന്നത്. അത് വാഴക്കാട് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ പ്രദേശത്ത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുമായി ഏകദേശം 10ലധികം ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഗണന പ്രസംഗമുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വളരെ ശക്തമായി നിറഞ്ഞു നിന്നു. അസ്മാഉ സിഫാത്തായിരുന്നു പ്രധാനപ്പെട്ട വിഷയം. അതിൻ്റെ ഓഡിയോ കാസറ്റൊക്കെ ഇപ്പോഴും ഉണ്ടാവും. അന്ന് അദ്ദേഹമാണ് ഈ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്നത്. അതിനുശേഷം പിന്നീട് മണ്ണാർക്കാട് സംവാദം നടന്നു, ഹൊസങ്കടയിൽ നടന്നു, എടമുട്ടത്ത് നടന്നു, കൊണ്ടോട്ടിയിൽ നടന്നു, കോട്ടക്കലിൽ നടന്നു, ആലുവയിൽ നടന്നു, ഒരുപാട് പ്രദേശത്ത് നടന്നു. അവിടെയൊന്നും ഇദ്ദേഹത്തെ നിങ്ങൾക്ക് ആർക്കും കാണാൻ കഴിയില്ല. അതിനൊക്കെ നേതൃത്വം കൊടുത്തത് ഒന്നുകിൽ സക്കരിയ സൊലാഹി, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അനീഫ് കായക്കൊടി, ഇതുപോലുള്ള ആളുകൾ മാത്രമാണ്. ഇവിടെയൊന്നും അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയണില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഇങ്ങനെ ഒരു രംഗത്തുനിന്ന് അദ്ദേഹത്തെ ആരും മാറ്റി നിർത്തിയതല്ല. കാരണം അദ്ദേഹം ആ ഒരു രീതിക്ക് അദ്ദേഹത്തിന് പറ്റൂ. എപ്പോഴും അദ്ദേഹത്തോടൊരു വെല്ലുവിളി നടത്തിയിട്ട് അദ്ദേഹം ഏറ്റെടുത്തിട്ടില്ലല്ലോ, ഇപ്പോഴും ഏറ്റെടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രീതി അങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങൾ എന്ത് ചെയ്തു? ഈ ദായിമാരാണ് ഇപ്പോൾ പ്രവർത്തന രംഗത്തുള്ളതെന്ന് അവരോട് ബന്ധം സ്ഥാപിച്ചു. ഇതിനെന്താ പറയുക, അസൂയ എന്ന് പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളി, ഞാൻ ആ വാക്ക് പറയില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അവസ്ഥ അതിൻ്റെ ഇടയിലുണ്ട്. പിന്നെ തൻ്റെ പ്രകൃതം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഊഹങ്ങൾ വെച്ച് ആളുകളെ വിലയിരുത്തുന്ന ഒരു സ്വഭാവമാണ്.
അങ്ങനെ ചിലരോട് അദ്ദേഹത്തിന് വിദ്വേഷമുണ്ട്. അതൊന്ന് പ്രധാനമായും കെ സക്കരിയ സ്വലാഹിയോട്, വേറൊന്ന് മുജാഹിദ് ബാലുശ്ശേരിയോട്. പിന്നെ അദ്ദേഹം ജാമിയ നദ്വിയയുടെ ഒരു നേതാവായി അതിൻ്റെ നിയന്ത്രണാധികാരമുള്ള ആളായിട്ട് അവിടെ ഉണ്ട്. അവിടുത്തെ ചില സ്റ്റാഫുകളാണ് ഒന്ന് അബൂബക്കർ സലഫി, അതുപോലെ ഹംസ മദീനി, ഷമീർ മദീനി പോലെയുള്ള ഹദീസ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന പണ്ഡിതന്മാർ. അവരോടും തന്നെ അയാൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോളേജ് ആവുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, വേറെയുമുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് സംഘടനാപരമായ സ്ട്രീമിൽ നിന്നൊന്ന് മാറ്റി നിർത്തണമെന്ന ഒരു ചിന്ത അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദമായ കാരണങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല, നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുക. അതോടെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ദഅ്വ രംഗത്തൊന്നും സജീവമല്ലാത്ത ആളാണെങ്കിലും ഇവരെ എങ്ങനെയെങ്കിലുമൊക്കെ സംഘടനയിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നൊക്കെ ഒഴിവാക്കാൻ വല്ല മാർഗമുണ്ടോ എന്നുള്ളതിനെപ്പറ്റി ആലോചിച്ചു. അങ്ങനെ അദ്ദേഹം നമ്മുടെ നേതൃത്വവുമായി AP-യും TP-യുമായിട്ടൊക്കെ ഇടക്ക് അകലും ഇടക്കടുക്കും. അതങ്ങനെയാണ് അവരുടെ ജീവിതത്തിൻ്റെ രീതി. അതെല്ലാവർക്കും അറിയാം, അടുത്തറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം. എന്നാൽ അടുക്കുന്ന ഒരു പോയിൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ, ഈ ജിന്ന് സിഹർ വിഷയങ്ങളിലൊക്കെ നമുക്കറിയാം, ഈ നമ്മുടെ KNMൻ്റെ ചില നേതാക്കന്മാർക്ക് KM മൗലവിയൊക്കെ വിശ്വസിച്ച ആ വിശ്വാസം, ഉമർ മൗലവിയും ഉസ്മാൻ ഡോക്ടറും ഒക്കെ പറഞ്ഞ വിശ്വാസം അതേപോലെ വിശ്വസിക്കാൻ പ്രയാസമുള്ള ആളുകളാണ് ചില ആളുകൾ. ആ ഒരു ബുദ്ധിക്കമിതമായ പ്രാധാന്യം കൊടുക്കുന്ന ചില സംഗതികൾ അവരെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട്. ആ വിഷയത്തെ ഇദ്ദേഹം യോജിപ്പിച്ചെടുക്കുകയും അവരുടെ അങ്ങനെയുള്ള ഒരു മനസ്സിനെ ഇദ്ദേഹം യോജിപ്പിച്ച് കൂട്ടിപ്പിടിക്കുകയും അങ്ങനെ അവരെ കൂടി ഇതിന് വശീകരിച്ചുകൊണ്ട് 2009 ഒരു പുറത്താക്കാനുള്ള ശ്രമം നടത്തി. 2009 ആരെ? സക്കരിയ സ്വലാഹിയെയും മുജാഹിദ് ബാലുശ്ശേരിയെയും. അങ്ങനെ അവർ പുറത്താക്കി. എങ്ങനെ? ഒരു അന്വേഷണ കമ്മീഷനും റിപ്പോർട്ടൊന്നുമില്ല, സെക്രട്ടേറിയറ്റ് കൂടിങ്ങാണ്ട് ഇവരെ രണ്ടാളെയും പുറത്താക്കിയും തീരുമാനിച്ചു. എന്നിട്ട് ജില്ലാ സെക്രട്ടറിമാർക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ഇനി ഇവരെ രണ്ടാളെയും പ്രസംഗത്തിന് വിളിക്കാൻ പാടില്ല, അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ വിവരം നാട് മുഴുവൻ അറിഞ്ഞു. പിറ്റേ ദിവസം വന്ന 2009 ഒക്ടോബർ 7 ഇറങ്ങിയ തേജസ് പത്രത്തിൽ ഈ വാർത്ത വന്നു, ഇങ്ങനെ പുറത്താക്കിയിട്ടുണ്ട്. അതിൽ ഗൾഫിൽ നിന്നും വിദേശ ഇസ്ലാമിക് സെൻറ്ററുകളിൽ നിന്നും നാട്ടിൽ നിന്നും പ്രബോധകന്മാരെല്ലാവരും വിളിച്ചു. എന്താ കാരണം? സജീവമായി പ്രവർത്തിക്കുന്ന ഈ 2 പ്രവർത്തകന്മാർ, അന്ന് ജിന്നില്ല, അന്ന് ജിന്ന് വിഷയമില്ല, ആലോചിക്കണം, ഇതിങ്ങനെ വിവാദമായിട്ടില്ല, അന്ന് കാരണം പറയാല്ല. അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയണില്ല എന്ന് വന്നപ്പോൾ പിറ്റേ ദിവസത്തിൽ തിരുത്തു കൊടുത്തു. ഇന്നലെ പത്രത്തിൽ വന്ന വാർത്ത വ്യാജമാണ് എന്ന് തിരുത്തു കൊടുത്തിട്ടില്ലേ? ഉണ്ട്, തേജസ് പത്രത്തിൽ അത് കൊടുത്തു. അതിൻ്റെ അടിയിൽ പത്രത്തിൻ്റെ ലേഖകൻ്റെ വിശദീകരണം, ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമായ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വാർത്ത കൊടുത്തിട്ടുള്ളത്. അപ്പം അന്ന് പറഞ്ഞത് കളവാണോ? അന്ന് പറഞ്ഞിട്ടില്ലേ? എല്ലാ ജില്ലാ സെക്രട്ടറിമാരെയും വിളിച്ചു പറഞ്ഞിട്ടില്ലേ? ഇതാണ് അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, എന്ത് പെട്ടെന്ന് ഇങ്ങനെ പുറത്താക്കാൻ കഴിയൂല, അത് കുറച്ച് ശ്രമകരമായ ജോലി തന്നെയാണ് എന്നൊരു മനസ്സിലായി. 2009 മനസ്സിലായി. അപ്പോൾ പിന്നീട് ഇനി കുറച്ച് പ്ലാൻ ചെയ്ത് നീങ്ങിയാൽ തന്നെ എന്ത് ചെയ്യുള്ളൂ, ഈ പരിപാടി ഒപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിനുവേണ്ടി അദ്ദേഹം ചെയ്ത കാര്യം എന്താ അറിയോ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നൂർഷ സാഹിബ്, എറണാകുളത്തുള്ള നൂർഷ. അന്ന് അദ്ദേഹം ജില്ലാ സെക്രട്ടറി മാത്രമാണ്, എറണാകുളം ജില്ലാ സെക്രട്ടറി മാത്രമാണ്. അവർ രണ്ടുപേരും, അതോടൊപ്പം തന്നെ ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി എന്ന് പറയുന്ന ഇപ്പോൾ സെക്രട്ടറി ആയിട്ടുള്ള ഒരാളുണ്ട്. ഇവർ 2-3 ആളുകൾ അന്ന് യഥാർത്ഥത്തിൽ ആ സമയത്ത് വീണ്ടും AP-ക്കും TP-ക്കും എതിരാകുന്നുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പുള്ള 3 വർഷത്തെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൊല്ലം ജില്ലയിൽ KNMൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് തീർക്കാൻ വേണ്ടി ഇവർ പോയി അവരൊരു ഫോർമുല ഉണ്ടാക്കി കൊണ്ടുവന്നു. പക്ഷേ അത് AP-യും TP-യും അംഗീകരിച്ചില്ല. അതിൻ്റെ പേരിൽ KNM എക്സിക്യൂട്ടീവിൽ ഭയങ്കരമായ ബഹളവും, നൂർഷ സാഹിബ് വിരൽ ചൂണ്ടി AP-യുടെ മുൻപിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹത്തോട് ഒരിക്കലും പ്രായമുള്ള അങ്ങനെയുള്ള നേതാവിനോട് പറയാൻ പാടില്ലാത്ത പല വർത്തമാനങ്ങളും വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതിന് തൊട്ടു പിന്നിൽ, അദ്ദേഹത്തിൻ്റെ കസേരയുടെ തൊട്ടു പിന്നിൽ ഞങ്ങളും ഇരുന്നിരുന്നു. ആ രംഗത്തിന് ഞങ്ങൾ സാക്ഷിയാണ്. ഇപ്പം നേതൃത്വ സ്നേഹവും ഇഷ്ടവും പറയുന്നതൊന്നും കണക്കല്ല. അങ്ങനെ വരെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം മാത്രവുമല്ല, AP-യെയും TP-യെയും ആ തെരഞ്ഞെടുപ്പിൽ വരുന്നത് അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. സലഫിക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല, നൂർഷക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതിന് തെളിവെന്താ അറിയോ? നൂർഷ സാഹിബ് എന്നോട് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ സമയത്ത് ഇലക്ഷൻ്റെ കാര്യങ്ങൾ പാനൽ തയ്യാറാക്കുന്നതിന് വേണ്ടി, അതിനെപ്പറ്റി ആലോചിക്കാൻ വേണ്ടി
അന്ന് ജീവിച്ചിരിപ്പുള്ള PK അലി അബ്ദുൾ റസാഖ് മൗലവിയുമായി അവർ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അലി അബ്ദുൾ റസാഖ് മദനി പറഞ്ഞു അത്രേ, ഏപ്പിനെയും ഡീപ്പിനെയും പണിക്ക് പറ്റൂല എന്ന് നൂർഷയോട് പറഞ്ഞു. ആലോചിച്ചോ കണികൾ, അത് എന്നോട് പറയേണ്ട കാര്യം എന്താ? ആ സമയത്ത് എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം അവർ ചെയ്തിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, ഇവരെ രണ്ടാളെയും എല്ലാം മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് പോവുക, എന്നിട്ട് ഇത്ര ആൾക്കാരെയൊക്കെ ഒന്ന് ഒഴിവാക്കി ഉള്ള രൂപത്തിൽ പോകാൻ ശ്രമിച്ച് നോക്കിയതാണ്. പക്ഷെ അതും നടക്കുന്നില്ല. ആ സമയത്താണ് മടവൂർ വിഭാഗം ഇവിടെ പ്രചരണങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശിർക്കാരോപണങ്ങളൊക്കെ. അതിന് നമ്മൾ മറുപടിയും പറഞ്ഞ് നിൽക്കുന്ന സമയമാണ്. പക്ഷേ ഈ മറുപടികളൊന്നും TP അബ്ദുള്ള കോയ മദനിക്ക് അന്നേ രുചിച്ചിട്ടില്ല. 2007 ഈ വിഷയം കൂടുതൽ സജീവമാകുന്നത്. സക്കരിയ സ്വലാഹിയും അനസ് മൗലവിയും ഒക്കെ പറയുന്ന മറുപടികൾ TP അബ്ദുള്ള കോയ മദനിക്ക് അന്നേ രുചിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം മടവൂർ വിഭാഗവുമായി ലയിക്കുവാനുള്ള പരിപാടി ആസൂത്രണം ചെയ്തു. അതിന് അവരിങ്ങോട്ട് വന്നു എന്നാണ് പറയുന്നത്. അങ്ങോട്ട് പോയതാണെങ്കിലും ഇങ്ങോട്ട് വന്നതാണെങ്കിലും എങ്ങനെയെങ്കിലും ലയിക്കാണ് ഇതിന് പരിഹാരം എന്നാണ് TP അബ്ദുള്ള കോയ മദനി അതിന് പരിഹാരമായി കണ്ടത്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് തുടങ്ങി. അപ്പോൾ APയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കാലത്ത് നടന്നൊരു പിളർപ്പ് അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇല്ലാതാകണമെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ആരോടാ ലയിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ മൻഹജ് ഇല്ല എന്ന് പറഞ്ഞ, അതുപോലെ തന്നെ പിന്നെ ഹദീസുകളിലെ 25ഓളം വിഷയങ്ങളെ ഒന്നുകിൽ നിഷേധിക്കുകയോ അല്ലെങ്കിൽ ആലങ്കാരികമാണെന്നോ പറഞ്ഞ് മാറ്റി നിർത്തിയ അത്തരം ആളുകളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ലയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുന്നത്. അതിനുവേണ്ടി എന്തു വേണം? സലഫിയെയും നൂർഷിയെയും അവർക്ക് അതിനനുഗുണമായി കിട്ടണം. അതിനുവേണ്ടി അവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, AP തന്നെ നൂർഷയെ ഫോൺ ചെയ്ത് കോഴിക്കോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവർ വന്നു. നൂർഷ സാഹിബ് വന്നപ്പോൾ നൂർഷനോട് പറഞ്ഞു, ഇതൊന്ന് ഒന്നിക്കണം, അതിനുള്ള ചില മാർഗങ്ങളൊക്കെ കാണുന്നുണ്ട്, ചില ദൂതന്മാരൊക്കെ നമ്മളെടുത്ത് അവിടുന്ന് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളിതിനൊന്ന് മുൻകൈ എടുക്കണമെന്ന് മാത്രമല്ല അബ്ദുറഹ്മാൻ സലഫിയെ ഇതിനൊന്ന് അനുകൂലമാക്കി തരികയും വേണം. അബ്ദുറഹ്മാൻ സലഫിയെ ഈ ലയനത്തിന് അനുകൂലമാക്കി കൊടുക്കണമെന്ന് പറയുന്നത് ആരാ? AP ആണ് പറയുന്നത്. ആരോട്? നൂർഷയോട് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ സന്ദർഭത്തിൽ നൂർഷയും അതുപോലെ തന്നെ സലഫിയെ സംബന്ധിച്ചിടത്തോളം അവർ AP പറഞ്ഞതുകൊണ്ട് മാത്രം അത് അംഗീകരിക്കുകയാണ്. AP പറഞ്ഞതല്ല അപ്പോൾ ഏതായാലും എന്ന നിലക്ക് അദ്ദേഹം ആ ദൗത്യം ഏറ്റെടുക്കുകയും അദ്ദേഹം അങ്ങനെ സലഫിയുമായി സംസാരിക്കുകയും സലഫിയെ അതിന് അനുകൂലമാക്കുകയും ചെയ്തു. അവസാനം ആ ചർച്ച മുന്നോട്ട് പോയി. അതിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും ET മുഹമ്മദ് ബഷീർ സാഹിബും ഒക്കെ ഇടപെട്ട് ഇത് നടക്കുന്ന കാലഘട്ടം 2010. അങ്ങനെ അവസാനം 7 അംഗങ്ങളെ അതിന് ചുമതലപ്പെടുത്തി. ഒന്ന് AP അബ്ദുൽ ഖാദർ മൗലവി, TP അബ്ദുള്ള കോയ മദനി, നൂർ മുഹമ്മദ് നൂർഷ, അബ്ദുറഹ്മാൻ സലഫി, കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂര്, അതുപോലെ പാലത്ത് അബ്ദുറഹ്മാൻ മദനി, M മുഹമ്മദ് മദനി. ഇങ്ങനെ 7 ആളുകളെ ചുമതലപ്പെടുത്തി. അവർ അതുമായി മുന്നോട്ട് പോവുകയാണ്. ഈ വിവരങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായ രീതിയിൽ ഇതെന്താ നടക്കണമെന്നുള്ളതൊന്നും അറിയില്ല. അങ്ങനെ ഇത് തീരുമാനമാക്കാൻ വേണ്ടി ഒരു KNM എക്സിക്യൂട്ടീവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. KNM എക്സിക്യൂട്ടീവ് നടക്കുമ്പോൾ അതിലേക്ക് ISMൻ്റെ പ്രതിനിധി എന്ന നിലക്ക് ഞങ്ങളെയും ക്ഷണിച്ചിരുന്നു. അങ്ങനെ ഞാനും ചെന്നു. ഒരു അരമണിക്കൂർ വൈകിയാണ് ഞാൻ അവിടെ എത്തിയത്. അരമണിക്കൂർ വൈകി അവിടെ എത്തിയപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന ചർച്ച സംഘടന രണ്ടും ലയിച്ചതുപോലെയുള്ള ചർച്ചയാണ് നടക്കുന്നത്. ലയിച്ചു എന്ന് തോന്നും ആ ചർച്ച കണ്ടാൽ. അതായത് മർക്കസ് ദഅവ അങ്ങോട്ട് കിട്ടും, പള്ളി അങ്ങോട്ട് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ചർച്ചകൾ. അപ്പോൾ ഈ ചർച്ച കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഈ മടവൂർ വിഭാഗം നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയ ശേഷം അവർ ബഹുദൂരം ഈ പ്രമാണത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ഖുർആനിനെതിരായ ഹദീസുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അവർ. സ്വഹീഹായ ഹദീസുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. പിന്നെ മാത്രവുമല്ല ആ സമയത്ത് അവരുടെ സംസ്ഥാന KJUവിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന MI മുഹമ്മദ് അലി സുല്ലമി എന്ന് പറയുന്ന വ്യക്തി ചെയ്ത ചില പ്രവർത്തനങ്ങളും ഞാൻ വിശദീകരിച്ചു. അപ്പോൾ ഇവരുമായിട്ടാണോ നമ്മൾ ഒരു രാഷ്ട്രീയ രൂപത്തിൽ ലയിക്കുന്നത് എന്ന് ചോദിച്ച് സംസാരിച്ചപ്പോൾ നൂർഷ സാഹിബ് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അഷ്റഫ് പറഞ്ഞത് വളരെ ശരിയാണ്, അങ്ങനെയുള്ള ആൾക്കാരായിട്ട് യോജിക്കാൻ പറ്റൂല. പക്ഷേ ആ പുറത്താക്കിയ 35 ആളുകളെ നമ്മൾ ഒരു വർഷത്തിന് എന്ത് ചെയ്യൂല, അതിലേക്ക് എടുക്കൂല എന്ന് നമ്മൾ കരാറിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നമല്ല, അതുകൊണ്ട് യോജിക്കാം. അപ്പോൾ ബഹുമാനായ
TP അബ്ദുള്ള കോയ മദനി അവിടെ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, അങ്ങനെ ഒരു കരാർ നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നൂർഷി ഇവരും തമ്മിൽ എന്തായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വർത്തമാനമായി. അവസാനം ഈ 7 അംഗ സമിതി തീരുമാനിക്കട്ടെ എന്ന് നിശ്ചയിച്ച് യോഗം പിരിഞ്ഞു. യോഗം പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ നൂർഷ സാഹിബ് TPയുടെ അടുക്കൽ ചെന്നിട്ട് അല്പം കയർത്ത് സംസാരിച്ചു. നമ്മൾ അങ്ങനെ കരാറിൽ പറഞ്ഞിട്ടുണ്ടിരുന്നപ്പോൾ അപ്പോൾ TP പറഞ്ഞത് നിങ്ങൾ പുതുതായി പറയണം, അങ്ങനെ ഒരു വാദം പറഞ്ഞു, എങ്ങനെ പിന്നെ ഇത് നടക്കുക, എങ്ങനെ യോജിപ്പ് നടക്കുക എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു. ആ തർക്കത്തിന് സാക്ഷിയായി ഞാൻ തൊട്ട് പിന്നിലുണ്ട്. അപ്പോൾ നൂർഷ സാഹിബ് അവസാനം പറഞ്ഞു, അദ്ദേഹത്തിന് തിരിഞ്ഞു വന്നിട്ട് എന്നാൽ ഇനി ഇതൊന്ന് കാണിച്ചു കൊടുക്കാം. അങ്ങനെയാണ് 7 അംഗ സമിതിയിൽ പിന്നെ നൂർഷ സാഹിബ് തെറ്റുന്നത്. അവർ തെറ്റി, അങ്ങനെ സലഫിയെ വീണ്ടും ഇങ്ങോട്ടാക്കി. അങ്ങനെ അവർ രണ്ടുപേരും പിന്നെ AP ക്കും TP ക്കും എതിരിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. AP യും TP യും